best of Indian underground is coming under one roof. അടിപൊളി arcade games കൊണ്ടുവരുന്നുണ്ട്. സമയം 10 മണി. I mean, we can only do till 10. So at least ഒരു 3 മണിക്ക് തുടങ്ങണം. We have like these really cool hammock setups again. Yeah, like a lot of chill zone. Like ഈ പ്രാവശ്യം ആൾക്കാർക്ക് വന്ന് വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Many people with different interests and different perspectives coming under one roof but having a great time. അപ്പോൾ അത് നമ്മൾ same but different. കപ്പ കൾച്ചർ ഈസ് ബാക്ക്. കഴിഞ്ഞ 2 തവണയും നമ്മളെ ഞെട്ടിച്ച യുണീക്ക് ഫെസ്റ്റിവൽ ദാ വരികയാണ്. ഇത്തവണയും കൾച്ചർ ഞെട്ടിക്കുമോ? മാതൃഭൂമി ഡയറക്ടേഴ്സും ഫെസ്റ്റിവൽ ഫൗണ്ടേഴ്സുമായ മയൂരയും ദേവികയും നമ്മോടൊപ്പം ഉണ്ട്. സെയിം ബട്ട് ഡിഫറെൻ്റ് എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ. അപ്പോൾ ഇത്തവണ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? കൾച്ചർ ഞെട്ടിക്കുമോ? എന്തായാലും ഒരു രീതിയിൽ നെട്ടിക്കാന്നാണ് നമ്മളുടെ ഒരു എന്താ പറയാ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്ത ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ആർക്കേഡ് ഗെയിംസിന്റെ കൾച്ചറാണ്. നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ, കൾച്ചർ തുടങ്ങുമ്പോൾ ഒന്ന് ഒരു എന്താ പറയാ ആഗ്രഹമായിരുന്നു ആർക്കേഡ് ഗെയിംസ് കൊണ്ടുവരാൻ. സോ ഈ പ്രാവശ്യം നമ്മൾ ചെന്നൈയിൽ വേഴ്സസ് എന്ന് പറഞ്ഞ ഒരു ടീം വെച്ച് കൊളാബറേറ്റ് ചെയ്തിട്ട് അടിപൊളി ആർക്കേഡ് ഗെയിംസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നുണ്ട്. ആർക്കേഡ് ഗെയിംസിൽ പറഞ്ഞാൽ there are tournaments happening, there are എന്താ പറയാ competitions happening. It is a mix of എന്താ പറയാ old school arcade games with എന്താ പറയാ ഇപ്പോൾ രീതിയിലെ വീഡിയോ ഗെയിംസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഈ പ്രാവശ്യം എന്തായാലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. അതല്ലാണ്ട് ഫെസ്റ്റിവലിന്റെ ടൈമിംഗിൽ ഒരു മാറ്റമുണ്ട്. നമ്മൾ മുമ്പൊക്കെ രാവിലെ ഒരു 11 അല്ലെങ്കിൽ 12 ആവുമ്പോഴാണ് കഴിഞ്ഞ 2 എഡിഷനും തുടങ്ങിയത്. ബട്ട് ഈ എഡിഷനിൽ നമ്മൾ 3 o'clockനെയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോ 3 o'clockന് തുടങ്ങി 10 മണി വരെയുള്ള ഫെസ്റ്റിവലാണ്. അതല്ലാണ്ട് ഈ കൊല്ലം നമുക്ക് 2 സ്റ്റേജും സൈമിൾട്ടേനിയസ്ലി പ്ലേ ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ കപ്പ സ്റ്റേജ് ആണെങ്കിൽ 3 o'clock to 10 o'clock, കൾച്ചർ സ്റ്റേജ് ആണെങ്കിലും 5 o'clock to 10 o'clock. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഒരു 3 മണിക്ക് തുടങ്ങാന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. ഈ ആക്ച്വലി ഐഡിയ വന്ന് നമുക്ക് കുറെ സജഷൻസും ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ പറയാ 11 o'clockന് സ്റ്റാർട്ട് ചെയ്യുന്നു, കുറെ ആക്ടിവിറ്റീസ് ആൾക്കാർ മിസ് ചെയ്യുന്നതിന്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, കുറെ ആർട്ടിസ്റ്റ് മിസ് ചെയ്യുന്നതിന്റെ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം ആൾക്കാർക്ക് എന്താ മിസ് ഔട്ട് ചെയ്യാതിരിക്കാന്നാണ് നമ്മൾ 3 മണിക്ക് തുടങ്ങുന്നത്. പിന്നെ സമയം 10 മണി. I mean, we can only do till 10. So at least ഒരു 3 മണിക്ക് തുടങ്ങണം for us to showcase all the activities and artists that we have. നമുക്ക് കുറെ കമന്റ്സ് അങ്ങനെ വന്നതും അതാ 10 മണിക്ക് എന്തുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ലോഫുള്ളി നമ്മൾ അങ്ങനെ ചെയ്യണം. And we are people who accompany her by the laws. ഇപ്പം കൊച്ചിയുടെയൊക്കെ എക്സ്പെക്ടേഷൻസും ഭയങ്കര ഹൈ ആണ് കൾച്ചറിനെ പറ്റിയിട്ട്. ഇപ്പോൾ എല്ലാ തവണയും മൂവ്മെന്റ് കൾച്ചർ ഉണ്ടായിരുന്നു, ആർട്ട് കൾച്ചർ ഉണ്ട്. അപ്പം ഇത്തവണ ഏതൊക്കെ കൾച്ചറാണ് ഉള്ളത്? ഫുഡ് കൾച്ചറിൽ എന്തൊക്കെയായിരിക്കും? ഫുഡ് കൾച്ചറിൽ ഈ പ്രാവശ്യം നമുക്ക് നല്ല വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട്. ഐ തിങ്ക് ദി നമ്പർ ഓഫ് സ്റ്റോൾസ് കൂടിയിട്ടുണ്ട്. പിന്നെ അവിടെയും നമ്മൾ എന്താ പറയാ നല്ല ചിൽ ഏരിയാസ്, പീസ്ഫുള്ളി ഇരുന്ന് കഴിക്കാന്നുള്ളൊരു ഒന്ന് റിലാക്സ് ചെയ്ത് അവിടെ വന്ന് ആ ഫുഡ് സ്പേസ് എൻറ്റയർലി എക്സ്പ്ലോർ ചെയ്തിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് പീസ്ഫുള്ളി കഴിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഈ പ്രാവശ്യം ഉള്ളത്. മൂവ്മെന്റ് കൾച്ചർ ഉണ്ട്. എരുപ്ലേ എന്ന് പറഞ്ഞൊരു ടീമായിട്ടാണ് ഡീകാത്തലോൺ വെച്ചിട്ട് നമുക്ക് 2 മൂവ്മെന്റ് സോൺസ് ആണ് ഉള്ളത്. അവിടെ എന്താ പറയാ ബാലൻസിങ് ആവട്ടെ, സ്ലാക്ക് ലൈനിങ് ആവട്ടെ, പിന്നെ വി ഹാവ് ലൈക്ക് ദീസ് റിയലി കൂൾ ഹാമക് സെറ്റപ്സ് അഗൈൻ. Yeah, like a lot of chill zones. Like a lot of chill zones. ഈ പ്രാവശ്യം ആൾക്കാർക്ക് വന്ന് വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രെസ് എല്ലാം കളി അതല്ലേ, ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ബ്രിങ് എ ഫെസ്റ്റിവൽ ലൈക്ക് ദിസ്. പിന്നെ ആർട്ടിൽ നമുക്ക് എന്താ പറയാ അഗൈൻ വി ഹാവ് എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പൊ നമുക്ക് പച്ചക്കുത്തുന്ന ടീം വരുന്നുണ്ട്. അതല്ലാതെ ഹൗസ് ഓഫ് ഗ്ലോ എന്ന് പറഞ്ഞ് പുതിയതായിട്ട് തുടങ്ങിയതാ. യുനോ ദേ വർക്ക് വിത്ത് നിയോൺ പെയിന്റ് ആൻഡ് നിയോൺ കളേഴ്സ്, സോ മേക്കിംഗ് ആർട്ട് വിത്ത് ദാറ്റ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ടീംസും വരുന്നുണ്ട് ടു എൻഗേജ് വിത്ത് ആർട്ട്. പിന്നെ ഈ പ്രാവശ്യം പ്രൊഡക്ഷനിലും നമ്മൾ ആർട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. യുനോ ഇറ്റ് ഈസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ. സ്റ്റേജ് ഡിസൈൻ എന്ന് പറയട്ടെ, ഇറ്റ് ഈസ് എൻ ആർട്ട്, റൈറ്റ്? ബട്ട് അതർ ദാൻ ദാറ്റ് സേ Yeah, so for example ഈ ആർട്ട് കൾച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുറേയും കൂടി പ്രൊഡക്ഷനിൽ
ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ കുറേം കൂടി ഇൻസ്റ്റലേഷൻസ് കാണാം. ഈ റിലാക്സ് ചെയ്യുന്ന സോൺസും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബോൾഗാട്ടിയെ നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? ഇത്രയും പറയുമ്പോ ഇൻസ്റ്റലേഷൻസ് ഉണ്ട്, ഹാമക്സ് ഉണ്ട്. നിങ്ങൾ വന്ന് കണ്ടാൽ അറിയും. അതാണ്. I think we missed it. We have music, we have art, fashion. Oh my God. Fashion ഈ പ്രാവശ്യം I think we have partnered with a company called Strada, originally from Chennai. അവർ നമ്മളെ ക്യൂറേറ്റേഴ്സും ആണ്. അതല്ലാതെ we also curated a good fashion experience for people to come and shop. അതല്ലാതെ ഈ പ്രാവശ്യം നമ്മൾ കൾച്ചർ മെർച്ചൻഡൈസും ഇറക്കുന്നുണ്ട്. So we're super excited about that. Exclusive ആയിട്ട് culture merchandise ഇറക്കുന്നുണ്ട്. And we have a store with Strada for that. So in terms of fashion, we're bringing that in. So we have, art, fashion, food, music, movement, arcade games. So yeah. മ്യൂസിക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ഇലക്ട്രോണിക് മ്യൂസിക് ഒരു കൊച്ചി കേൾക്കാത്ത ലെവലിൽ ഒരു പൊളിയായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഇത്തവണ മ്യൂസിക്കിൽ നമുക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്? Again, like നമ്മള് as you know നമ്മളൊരു electronic music focus ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ്. So all I can say is international names ആവട്ടെ, right from underground to well known artists ഒരു നല്ല കോമ്പിനേഷൻ വരുന്നുണ്ട്. We have an amazing combination of both artists from Kerala and artists from India. Again, I would say best of Indian underground is coming under one roof. And genres, again, correct discoverability in the sound, അതാണ് നമ്മൾ കൾച്ചറിൽ എപ്പോഴും സ്റ്റൈവ് ചെയ്യാൻ നോക്കുന്നത്. എങ്ങനെയാണ് ഈ സൗണ്ടും എക്സ്പീരിയൻസ് വിത്ത് സൗണ്ട് എങ്ങനെയാണ് നമ്മൾ കുറച്ച് പുതുമായിട്ട് കൊണ്ടുവരാം. പുതുമ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പുതുമായിട്ട് കൊണ്ടുവരാം. ദർസ് എ ലോട്ട് ഓഫ് ഡിസ്കവറബിലിറ്റി. സോ അങ്ങനെ അഗൈൻ വീവ് try to make sure that we ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. We were get partnered with Moshi. Last year Moshi ഉണ്ടായിരുന്നു നമ്മളോട്. We were get partnered with Moshi to and നമ്മളെ ടീം ഒരുമിച്ച് I think we've done a pretty decent job with our curation. Yes, commercial curation എന്ന് ആരും പറയൂല എന്തായാലും, പക്ഷെ അതല്ലേ പോയിന്റ്, to come and discover sound. So that's what we aim for. ഇപ്പോൾ കൾച്ചറിന്റെ ഫസ്റ്റ് സീസൺ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ കൊണ്ടുവരുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടമായി. സെക്കൻഡ് സീസൺ ആയപ്പം കുറച്ചും കൂടെ എല്ലാവരും ഏറ്റെടുത്തു എന്ന് പറയാം. അപ്പോൾ തേർഡ് സീസൺ ആയപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൾച്ചർ ഒരു കൾച്ചറായി മാറി, ഒരു ട്രെൻഡായി, ഒരു കൾട്ടായി. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. We wanted to bring that culture of having fun, that culture of respect, the culture of discovering new things, the culture of many people with different interests and different perspectives coming under one roof but having a great time. Appo adu nammale same but different. No matter how different you are, you come for a united cause to ivrthe united cause endu paraya, come, enjoy, have fun, discover, experience. So hopefully we are delivering that, and hopefully ഈ വർഷം നമ്മൾ അങ്ങനെ ഡെലിവർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നമ്മുടെ കേരളത്തിൽ തുടങ്ങാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത് എന്താ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ആണോ? എനിക്ക് തോന്നുന്നു മയൂന്റെയും എന്റെയും ഒരു ഡ്രീം തന്നെയായിരുന്നു ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യണം. ബിക്കോസ് നമ്മള് പല ടൈപ്പ് ഫെസ്റ്റിവലിനും പോയിട്ടുണ്ട്. ഇൻ ദ സെൻസ് നമ്മള് പല സ്ഥലത്തും ട്രാവൽ ചെയ്യലുണ്ട് ഈ മ്യൂസിക് ഫെസ്റ്റിവൽസ് അറ്റൻഡ് ചെയ്യാൻ. എന്നിട്ട് എല്ലാ സ്ഥലത്തും പോകുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എൻലൈറ്റനിങ് ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നൂടാന്നുള്ള ഒരു തോട്ടിലാണ് നമ്മളിവിടെ. നമ്മളെ ഹോം ഗ്രൗണ്ട് ഒന്നും വേണ്ടേ ഒരു ഫെസ്റ്റിവൽ? ഒരു ഫെസ്റ്റിവൽ അല്ല, കുറെ ഫെസ്റ്റിവൽസ് വേണം. ബിക്കോസ് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ ബാംഗ്ലൂർ പോവും, ട്രാവൽ ചെയ്യും, ഡൽഹി, ബോംബെ, ഗോവ. അപ്പൊ കൊച്ചി എന്തുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു സ്ഥലം എന്തുകൊണ്ട് ആ മാപ്പിലില്ല ഉള്ളൊരു. അതെ, ഐ തിങ്ക് കുറെ ഫെസ്റ്റിവൽസ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാരും ഒരുമിച്ച് കേരളത്തിനെ ഒരു ഫെസ്റ്റിവൽ സോൺ ആക്കാം, സോൺ ടു ഹാവ് ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഡ്രീം കം ട്രൂ ആണ്. കാത്തിരിക്കുന്നവരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത് ഫെസ്റ്റിവൽ ഫൗണ്ടേഴ്സ് എന്നുള്ള രീതിയിൽ? This is a safe space for you to come and have fun. So please do come, have fun. Have fun, experience 3 days of just let your worries behind and have a good time, and let's all respect each other. And Devika Varnamadi, most important, a safe space.